ഒരു മലയാള പുതുവർഷം കൂടി പിറന്നിരിക്കുകയാണ്. ചിങ്ങമാസത്തിന്റെ എല്ലാ പുത്തൻ പ്രതീക്ഷകളുമായി ഈ കൊല്ലവർഷത്തെ വീടിന്റെ ആദ്യത്തെ അധ്യായം നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സസ്നേഹം സ്വാഗതം. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സാങ്കല്പിക തറവാട്ടു പേരായിരുന്നു പ്ലാക്കുറിശ്ശിയില്ലം. എന്നാൽ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിക്കടുത്ത് പാണ്ടിക്കുടിയിലുള്ള വി വേണുവിന്റെയും ബിന്ദുവിന്റെയും ജീവിതത്തിലെ സങ്കല്പമല്ല, ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് പ്ലാക്കുറിശ്ശിയില്ലം. പറവൂർ, പള്ളിപ്പുറം, കലവൂർ, അമ്പലപ്പുഴ എന്നിവിടങ്ങളിലെ നൂറ്റാണ്ടോളം പഴക്കമുള്ള 3 തറവാട്ടു വീടുകൾ പൊളിച്ചപ്പോൾ കിട്ടിയ സാമഗ്രികളും 100ഓളം വീടുകളിൽ നിന്ന് ശേഖരിച്ച പുരാവസ്തുക്കളും ഉപയോഗിച്ച് ഗൃഹനാഥൻ തന്നെ രൂപകൽപ്പന ചെയ്ത പ്ലാക്കുറിശ്ശിയില്ലം എന്ന തടി വീട് കാണാം ഇന്നത്തെ വീടിന്റെ അധ്യായത്തിൽ. അടി പൊക്കമുള്ള ഈ ഗുജറാത്തി കോട്ടവാതിലിൽ തുടങ്ങുന്നു പ്ലാക്കുറിശ്ശിയില്ലത്തിന്റെ പഴമയുടെ പ്രൗഢി. മട്ടാഞ്ചേരിയിൽ GVP എന്ന പേരിൽ സൈക്കിൾ വർക്ക്ഷോപ്പ് നടത്തുന്ന വി വേണു എന്ന തികച്ചും സാധാരണക്കാരനായ മനുഷ്യന്റെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കഥയാണ് പ്ലാക്കുറിശ്ശിയില്ലം. 2010 ഫെബ്രുവരി 2-ാം തീയതിയാണ് ഈ വീടിന്റെ തറക്കല്ലിട്ടത്. അതിനുശേഷം നീണ്ട 4.5 വർഷത്തെ അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഒക്കെ ഒരു ആകെത്തുകയാണ് ഈ വീട്. ഈ യാത്രയിൽ അദ്ദേഹത്തിന് കൂട്ടായത് മട്ടാഞ്ചേരിയിലെ GVP ഫ്രണ്ട്സ് ക്ലബ് എന്ന സൗഹൃദ കൂട്ടായ്മയാണ്. ഇതിലെ അംഗങ്ങളാണ് കൈ മെയ് മറന്ന് ഈ വീട് വയ്ക്കുന്നതിൽ അദ്ദേഹത്തിന് സഹായമായത്. കോട്ടവാതിൽ നിന്ന് നടന്നു വരുമ്പോൾ വീടിന് മുമ്പ് ദൃശ്യമാവുന്നത് ഈ മുഖമണ്ഡപമാണ്. ഇതും പൂർണ്ണമായി ചെയ്തെടുത്തിരിക്കുന്നത് തടിയിൽ തന്നെയാണ്. 2 ഭാഗങ്ങളിലുമായിട്ട് ബിൽറ്റ്-ഇൻ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ട് 2 ചീങ്കണ്ണികളും ഒരു വ്യാളീമുഖവും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പുരാതനമായ വസ്തുക്കളെ തന്നെ പോളിഷ് ചെയ്ത് എടുത്തതാണ്. മുഖമണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ നടപ്പാതയിലൂടെയാണ് നമ്മൾ പ്ലാക്കുറിശ്ശിയില്ലത്തേക്ക് എത്തുന്നത്. അവിടെ പാകിയിരിക്കുന്ന ചെങ്കല്ല് പോലും നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ്. അതുപോലെ ഇടത് ഭാഗത്തായിട്ട് ഒരു തുളസിത്തറയും അതുപോലെ ഒരു കൽവിളക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൽവിളക്കിനും ഒരു കഥ പറയാനുണ്ട്. ഇന്നത്തെ തലമുറ ഉപേക്ഷിച്ച് കളയുന്ന ഉരല്, അതുപോലെ ആട്ടുകല്ലിൻ്റെ പിള്ള തുടങ്ങിയ സാധനങ്ങളൊക്കെ യോജിപ്പിച്ച് ചില കരിങ്കൽ കഷ്ണങ്ങളും കൂടിയൊക്കെ ചേർത്താണ് ഈ മനോഹരമായിട്ടുള്ള കൽവിളക്ക് ഉണ്ടാക്കിയെടുത്തത്. അതും വളരെ തുച്ഛമായ ചെലവിൽ വീടിനോട് ചേരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ. 6.5 സെന്റിൽ പ്ലോട്ട് നിറഞ്ഞാണ് 3000ഓളം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിൽക്കുന്നത്. 3 നിലകളിലായാണ് മാളികപ്പുര ശൈലിയിലുള്ള ഈ വീട്. 3 ലെവലുകൾ അതിൻ്റെ വിസ്തീർണം മുകളിലേക്ക് പോകും തോറും കുറഞ്ഞു വരുന്ന രീതിയിലാണ് വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് എലിവേഷന് മാറ്റുകൂട്ടുന്നുമുണ്ട്. അതുപോലെ വീടിൻ്റെ എലിവേഷനിൽ ദൃശ്യമാകുന്ന 2 ഫിനിഷുകൾ എന്ന് പറയുന്നത് ഓടും അതുപോലെ തടിയുമാണ്.
പഴയ വീട് പൊളിച്ചപ്പോൾ കിട്ടിയ ഓടിനെ കഴുകിയെടുത്ത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തടിയുടെ കാര്യം പറഞ്ഞാൽ 10ഓളം തടികൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. തേക്കും ആഞ്ഞിലിയും പ്ലാവും തുടങ്ങി 10 വിവിധ തടികൾ. തടി ഉപയോഗിച്ചുള്ള പ്രൗഢഗംഭീരമായ മുഖപ്പ് 3 നിലകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ മുകളിലത്തെ 2 നിലകളിൽ തൂളിമാനവുമുണ്ട്. വീട്ടിലേക്ക് കയറുന്ന ആ ഒരു പൂമുഖപ്പടിയുടെ വലതുഭാഗത്തായിട്ട് ഇവിടെ ഒരു അറപ്പുര ക്രമീകരിച്ചിട്ടുണ്ട്. അറപ്പുര എന്ന് പറയുമ്പോൾ ഇത് പൊളിച്ചെടുത്ത വീട് ഉപയോഗിച്ച് പണിത വീടാണല്ലോ. അപ്പോൾ അവിടുത്തെ അറപ്പുരയായിരുന്നു. ഇവിടെ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആക്സസ് ഉള്ള ഒരു ബാത്റൂമായിട്ടാണ്. പക്ഷെ ഒരിക്കലും പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ബാത്റൂമിൻ്റെ ഫീലേ അല്ല. വളരെ ശില്പഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് അതും ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ അതിഥികൾക്ക് വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് കാല് കഴുകുന്നതിന് വേണ്ടിയിട്ടും വളരെ രസകരമായിട്ടുള്ള ഒരു ക്രമീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ കാലത്തെ കിണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു പൈപ്പ് അറേഞ്ച്മെൻറ്റ്. മുപ്പതോളം ഗജവീരന്മാരാണ് നമ്മളെ ഈ വീടിനുള്ളിലേക്ക് ആനയിക്കുന്നത്. ഗജരാജ ചാരുപടി എന്ന പേരുള്ള ഒരു സവിശേഷമായ ചാരുപടിയാണ് വീടിൻ്റെ പൂമുഖത്തുള്ളത്. ഇത് ഈ രീതിയിൽ പഴയ പൊളിച്ച വീട്ടിൽ നിന്ന് കിട്ടിയതല്ല. അവിടെ നിന്ന് ലഭിച്ച കോടി കഴുക്കോലിനെയാണ് ഇത്തരത്തിൽ കൊത്തുപണി ചെയ്ത് വീടിൻ്റെ പൂമുഖത്തിന് വേണ്ടി പ്രത്യേകമായി ചെയ്തെടുത്തത്. തറയിൽ ചതുരാകൃതിയിൽ ചുവന്ന തറയോടിൻ്റെ മനോഹാരിത, ചുറ്റും കൊത്തുപണികൾ ചെയ്ത തടിയുടെ ആ ഒരു ചാതുര്യം, ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ പൂമുഖം. കയറി വന്നാൽ ഉടനെ തന്നെ ഒരു ആട്ടുകെട്ടിലുണ്ട്. മോഹൻലാൽ സിനിമകളുടെയും മോഹൻലാലിൻ്റെയും കടുത്ത ആരാധകനാണ് ഗൃഹനാഥനായ വേണു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവണം ആറാം തമ്പുരാനും ദേവാസുരവും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു ആട്ടുകെട്ടിൽ അറേഞ്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ഷേത്രങ്ങളിലും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് ചുവർ ചിത്രങ്ങളിലൂടെ കഥ പറയുന്ന രീതി. എന്ന് പറഞ്ഞതുപോലെ കൊത്തുപണികളിലൂടെ കഥ പറയുന്ന ഒരു അപൂർവമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഈ അരഞ്ഞാണത്തിലെ ഈ ഓരോ ഘടകവും ശരിക്കും ഓരോ കഥയാണ്. അപ്പോൾ അത്രയും സങ്കീർണമായിട്ടുള്ള കൊത്തുപണികളാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ശരിക്കും വാസ്തു പ്രകാരം ഈ ഭാഗത്തായിട്ടാണ് വീടിൻ്റെ പൂമുഖപ്പടി വന്നിരിക്കുന്നത്, അതായത് പടിഞ്ഞാറേക്ക് ദർശനമായിട്ട്. അപ്പോൾ കിഴക്കോട്ട് വീടിനുള്ളിലേക്ക് കയറി വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ വിഘ്നേശ്വരനെ ദർശിക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്തായിട്ട് വെജിറ്റബിൾ പെയിൻറ്റിൽ ചെയ്തെടുത്ത ഒരു വിഘ്നേശ്വര രൂപമുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വീടിനുള്ളിലേക്കുള്ള ഒരു എൻട്രി ഉണ്ട്. അവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഒറിജിനൽ ചിത്ര പൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൂക്ഷ്മമായ പണികൾ ചെയ്ത നല്ല ഒരു ആന്റിക് പൂട്ട് തന്നെ. പ്രധാന വാതിൽ തുറന്നാൽ ഉടനെ ദൃശ്യമാകുന്നത് പൂജാമുറിയാണ്. നമ്മൾ പടിപ്പുരയുടെ തൊട്ടടുത്ത് വിഘ്നേശ്വരനെ കണ്ടു. ഇവിടെ പ്രധാന വാതിൽ തുറന്നാൽ കാണുന്നത് ശ്രീകൃഷ്ണൻ. ആധുനിക വീടുകളിൽ നമ്മൾ ലിവിംഗ് റൂം എന്നൊക്കെ പറയുന്ന ഒരു സ്പേസ്, അകത്തളമാണ് ഇത്. ഒരു ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപം അല്ലെങ്കിൽ ഒരു കൂത്തമ്പലം, അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചുറ്റും തടി, മച്ചിലാണെങ്കിലും തടി, ചുറ്റും ഭിത്തികളെല്ലാം തടിയിൽ ചെയ്തെടുത്തിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ആകുമ്പോൾ ഫേർണിച്ചറും അതിന് അനുസരിച്ചാവണമല്ലോ. ബെഞ്ചുകൾ കൂട്ടി യോജിപ്പിച്ച രീതിയിലുള്ള ഒരു അറുകുടുമ ഇരിപ്പിടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ചരടിലൊന്ന് വലിച്ചാൽ റൂമിലാകെ നല്ല കാറ്റായി. കാര്യം തടി പങ്കായം എന്ന പുരാതനമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ ഫാനിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത്.
അതുപോലെ ടീപ്പോയ് ആണെങ്കിലും പഴയ ഒരു ഉരുളി അല്ലെങ്കിൽ വാർപ്പ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവത്തെയാണ് ഒരു ഗ്ലാസ് ടോപ്പൊക്കെ കൊടുത്ത് നല്ല ഒരു ആധുനിക ടീപ്പോയ് ആക്കി മാറ്റിയിരിക്കുന്നത്. തറയിലാണെങ്കിൽ റെഡ് ഓക്സൈഡിൻ്റെ ചാരുതയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ തുറക്കാനുള്ള ഒരു മെക്കാനിസം ഉള്ള ഈ പൂജാമുറിയുടെ വാതിൽ അടയ്ക്കാനുമുണ്ട് അത്ര തന്നെ രസകരമായ മറ്റൊരു അറേഞ്ച്മെൻറ്റ്. വളരെ ഭാരമുള്ളതും നിറയെ കുത്തുപണികളൊക്കെ ഉള്ളതുമായിട്ടുള്ള ഒരു വാതിലായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചരടിൽ പിടിച്ച് വലിച്ച് തുറക്കാനും അടയ്ക്കാനുമുള്ള ഒരു സന്നാഹമുള്ളത് ഏറെ രസകരമാണ് അല്ലേ? താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകളിൽ ഒന്നാണിത്. ഇവിടെ നിന്ന് ഈ ഒരു വാതിൽ കണക്ഷൻ വഴി തന്നെയാണ് മറ്റേ ബെഡ്റൂമിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത്. പൂർണ്ണമായും അറപ്പുരയുടെ ഒരു മാതൃകയിലാണ് മറ്റേ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു ചിത്രപ്പൂട്ടിട്ട വാതിലില്ലേ, അത് ശരിക്കും തുറക്കുന്നത് ആ കിടപ്പുമുറിയിലേക്കാണ്. ഈ മുറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ സപ്രമഞ്ച കട്ടില് തന്നെയാണ്. അപ്പോൾ ചുറ്റുമുള്ള തടിവർക്കുമായിട്ട് നല്ല രീതിയിൽ യോജിച്ചു പോകുന്ന ഡിസൈൻ. അതുപോലെ ഈ ഭാഗത്തുള്ള ഭിത്തിയിൽ ഒരു ഡിസൈൻ എലിമെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു മുഖപ്പിൻ്റെ ശരിക്കും ഒരു ഘടകമാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ അതിന് വേറൊരു ഫങ്ഷനാലിറ്റിയാണ് വന്നിരിക്കുന്നത്. ചെറിയ ഹുക്കുകൾ പോലെയുള്ള ഒരു ഡിസൈൻ അതിലുണ്ട്. അപ്പം ഷർട്ടൊക്കെ തൂക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ മുഖപ്പിൻ്റെ ഒരു ഘടകത്തെ ബെഡ്റൂമിലെ ഒരു ഡിസൈൻ എലിമെൻ്റ് ആക്കി മാറ്റിയിരിക്കുന്നു. ഈ സൈഡിലൊക്കെ തടി കൊണ്ടുള്ള കബോർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇവിടെ ഒരു വലിയ നിലക്കണ്ണാടിയും കൊടുത്തിരിക്കുന്നു. അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ ഉള്ള ഒരു ചെറിയ അടുക്കള ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പിലുള്ള ഒരു കൗണ്ടറാണ്. അതിന് താഴെയും മുകളിൽ ലോഫ്റ്റിലും അതുപോലെ ഈ വശത്തും ഒക്കെ തടി ഉപയോഗിച്ചുള്ള പഴയ രീതിയിലുള്ള കബോർഡുകളും നൽകിയിരിക്കുന്നു. പൂജാമുറിയുടെ മുന്നിലൂടെയാണ് നമ്മൾ അടുക്കളയിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് എത്തുന്നത്. പഴയ രീതിയിലുള്ള സ്റ്റോറേജ് ഒരുപാടുള്ള ഒരു ചെറിയ ഡൈനിങ് സ്പേസ് ആണിത്. ഈ വശങ്ങളിലായിട്ടും ലോഫ്റ്റിലും ഒക്കെ സ്റ്റോറേജ് കണ്ടെത്തിയിരിക്കുന്നു. വളരെ ചെറിയ ഒരു ഡൈനിങ് ടേബിൾ, പക്ഷെ കുറച്ചൊരു മോഡേൺ ടച്ചുള്ള ഒരു ഡൈനിങ് ടേബിളും 3 കസേരകളും അതുപോലെ സൈഡിലായിട്ട് ഒരു ചെറിയ ബെഞ്ച് അറേഞ്ച്മെൻറ്റുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഡോറിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. കുണ്ടതിരി എന്നു പേരുള്ള ഒരു കതകാണിത്. വീട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഡോറ് തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിജാഗിരി ഇല്ലാതെയാണ് ഈ കതക് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് ഒരു ചെറിയ ഓഫീസ് സ്പേസിലേക്കാണ്. ഗൃഹനാഥൻ ഒരു കലാകാരനൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പലതരത്തിൽ കിട്ടിയ അവാർഡുകളും പ്ലാക്കുകളും ഒക്കെ വയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും വീടിൻ്റെ താഴത്തെ നിലയിൽ തന്നെ വീടിനുള്ളിലേക്ക് 3 വാതിലുകളാണുള്ളത്. നമ്മൾ ആദ്യം കയറിയ ഒരു വാതിൽ, ഇവിടെ ഉണ്ട് ഒരു വാതിൽ, അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന ഒരു വാതിൽ, അങ്ങനെ 3 വാതിലുകളുണ്ട്.
ശരിക്കും കൊട്ടാരക്കെട്ടുകൾക്ക് സമാനമായ രീതിയിലുള്ള അത്ര സങ്കീർണമായ കൊത്തുപണികളാണ് ഇവിടുത്തെ പൂമച്ചിൽ വന്നിരിക്കുന്നത്. പിന്നെ പൂമച്ച് എന്നുള്ള ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ പൂക്കൾക്ക് അല്ലെങ്കിൽ ഫ്ലോറൽ ഡിസൈന് പ്രാധാന്യം ലഭിച്ചിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ രൂപകൽപ്പന വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് എല്ലാം ഒരേ രീതിയിലാണ് പോയിരിക്കുന്നതെങ്കിൽ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ചതുരത്തിൻ്റെയും മൂലയിൽ വന്നിരിക്കുന്നത് ഓരോ പൂവിൻ്റെ ഡിസൈനാണ്. അപ്പോൾ അത്ര ചെറിയ തലത്തിലാണ് ഈ കൊത്തുപണികളുടെ രൂപകൽപ്പന വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് ദൃശ്യമാകുന്നുണ്ട് ചുറ്റോട് ചുറ്റും ഇരിപ്പിടം. ആ ഒരു ഗജരാജ ചാരുപടി വരുന്ന ഭാഗമല്ലാതെ വശങ്ങളിലേക്കും ഇരിപ്പിടം നീളുന്നുണ്ട്. അതിന് കരുത്ത് പകരുന്ന നല്ല ഈട്ടിയിൽ തീർത്ത തൂണുകളും. പിന്നെ ഈ വീടിൻ്റെ മുകളിലത്തെ 2 നിലകളിലേക്കുമുള്ള ഗോണിപ്പൊടി പുറത്തുകൂടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് എത്തുമ്പോഴും കോൺക്രീറ്റ് ഒരിടത്തും ദൃശ്യമാകാത്ത രീതിയിലാണ് ഭിത്തികളെല്ലാം തന്നെ തടിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ നിലയിലേക്ക് കയറി വരുമ്പോൾ ആദ്യമുള്ള ഒരു റൂമാണിത്. വേണമെങ്കിൽ ഒരു ലിവിങ് റൂമായിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്ന ഒരു സ്പേസാണ്. അപ്പോൾ ഇതൊരു ഹോം സ്റ്റേ എന്നുള്ള രീതിയിൽ ഭാവിയിൽ കൊടുക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് പുറത്തുകൂടി സ്റ്റെയർ കേസും ഒക്കെ ആയിട്ട് ഈ ഒരു സജ്ജീകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 വശങ്ങളിലായിട്ട് 2 കിടപ്പുമുറികളുണ്ട്. ചെറുതെങ്കിലും തടിയുടെ ചാതുര്യം കൊണ്ട് വളരെ മനോഹരമായിരിക്കുന്ന ഒരു ബെഡ്റൂമാണിത്. ഫ്ലോറിൽ റെഡ് ഓക്സൈഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൂമിൻ്റെ സ്പേസിനുള്ളിൽ തന്നെ ഒരു ബാത്റൂം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ചുറ്റോട് ചുറ്റും തടിയുടെ ഭംഗി, ലോഫ്റ്റ് വരെയും അത് അങ്ങനെ തന്നെ പോയിരിക്കുന്നു. ആ ഭാഗത്തേക്ക് അടുക്കളയാണ്. നമ്മൾ ഇതുവരെ കണ്ട വീടിൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു മോഡേൺ മുഖമുള്ള, ഒരു ആധുനിക മുഖമുള്ള അടുക്കളയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം ഇതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജൊക്കെ തടിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പഴയ വീട്ടിൽ നിന്ന് പൊളിച്ചെടുത്ത രീതിയിലുള്ളത് തന്നെയാണ് അത്. രണ്ടാമത്തെ ബെഡ്റൂമാണിത്. അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വരാന്തയിലേക്ക് ഇറങ്ങാം. താഴത്തെ നിലയിൽ നമ്മൾ കണ്ട ആ ഗജരാജ പടിയിൽ നിന്ന്, ചാരുപടിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപകൽപ്പനയിലാണ് അത് ഇവിടുത്തെ ചാരുപടി ചെയ്തിരിക്കുന്നത്. എങ്കിലും ചുറ്റോട് ചുറ്റും തന്നെ ഇരിപ്പിടം വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അഴികൾ ശ്രദ്ധിച്ചാൽ ചെറിയ ഈ അഴികളുടെ കുറച്ചുകൂടി വലിയ മാതൃകയിലാണ് അത് ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിടപ്പുമുറികളിൽ നിന്ന് ജനാലകളുടെ ആ ഒരു അഴികൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ച വസ്തുക്കളായിട്ട് പോലും ആ ഒരു രൂപകൽപ്പനയിൽ വന്നിരിക്കുന്ന കണ്ടിന്യൂറ്റി അഥവാ ഒരു തുടർച്ച ശ്രദ്ധിച്ചു. അതാണ് ഗൃഹനാഥൻ വേണുവിൻ്റെ കണക്കുകൂട്ടലിൻ്റെയും ആസൂത്രണത്തിൻ്റെയും കൃത്യത. ഇതാണ് പ്ലാക്കുറിശീലത്തിൻ്റെ 3ാമത്തെ നില. എനിക്ക് തോന്നുന്നു മുകളിലത്തെ നിലയിലുള്ള ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗത്ത് ഇവിടെ കോൺക്രീറ്റ് ദൃശ്യമാകുന്നുണ്ട്. താഴത്തെ നിലയെ അപേക്ഷിച്ച് മറ്റൊരു വ്യത്യാസവുമില്ല. മനോഹാരിത അതേപടി തന്നെ നിലനിർത്തിയിരിക്കുന്നു. ഇവിടുത്തെ മേൽക്കൂരയിൽ ഉപയോഗിച്ചിരിക്കുന്ന കഴുക്കോലുകൾക്കുമുണ്ട് പ്രത്യേകത. 48 സൂര്യകാൽ കഴുക്കോലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ 48ഉം 48 അളവിലുള്ളത്. സൂര്യകാൽ കഴുക്കോൽ എന്ന് വെച്ചാൽ സൂര്യൻ്റെ രശ്മികൾ പോലെ ഈ 48 കഴുക്കോലുകളും മേളിൽ ഒരു പോയിന്റിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ നിലയിലുമുണ്ട് മുറികൾ. നമ്മൾ താഴെ 2ാം നിലയിൽ കണ്ടതുപോലെ തന്നെ ഒരു മെയിൻ ലിവിങ് ഏരിയ, അതിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അടക്കമുള്ള ഒരു ബെഡ്റൂം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ അവിടെയായിട്ട് ഒരു അടുക്കളയുമുണ്ട്. അപ്പോൾ ഓരോ നിലയും സ്വയം പര്യാപ്തമായ രീതിയിൽ തന്നെയാണ് വീടിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്.
താഴത്തെ 2 നിലകളുടെയും സീലിംഗ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിയിലൊരു ഫോൾ സീലിംഗ് ഇഫക്റ്റിലാണ് ശരിക്കും മച്ച് വന്നിരിക്കുന്നത്. ഈ നിലയിൽ പക്ഷെ മുകളിൽ മച്ച് മാത്രമാണ്. ആ മച്ചിന് മുകളിലേക്കാണ് ഒരാളിന് നിൽക്കാവുന്ന പൊക്കത്തിന് പാകത്തിനുള്ള ഒരു തട്ടുംപുറം. അപ്പോൾ അങ്ങോട്ടുള്ള ആക്സസ് ആണ് ശരിക്കും ഈ കോണിപ്പടി. അപ്പോൾ ആ കോണിപ്പടികളുടെ കൈവരികളിൽ പോലും നോക്കുക എത്ര മനോഹരമായിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും 4.5 വർഷത്തെ ഒരു പ്രയത്നം സത്യമാവുകയാണ്. അപ്പം വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാല് കാച്ചി താമസിക്കാൻ പോവാണ്. എന്താ മനസ്സിൽ ശരിക്കും തോന്നുന്നത്? ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം നമ്മുടെ ചെറുപ്പം പോലെയുള്ള ഒരു ഡ്രീമായിരുന്നു. ഇന്നൊരു പഴയ തറവാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളും എല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്തത് കാരണം ഇത് നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീടിൻ്റെ പണി നന്നായിട്ട് തീർന്നു. ഇത്തരത്തിലൊരു വീട് എന്നുള്ള ഒരു പ്രോജക്റ്റിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ ശരിക്കും ഒരുപാട് പേര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വീടിനെ പറ്റി ഇത് വേണോ എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇന്നത് കൂട്ടിച്ചേർത്ത് ഇന്നതുണ്ടാക്കാം, അല്ലെങ്കിൽ ഇത്ര കുറഞ്ഞ ചെലവിൽ ഇത് ശരിയാക്കി എടുക്കാം, അങ്ങനെയുള്ള ഐഡിയാസ് എങ്ങനെയാണ് വരുന്നത്? ഞാൻ വേറെ കുറേ സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാഗിൽ കൊണ്ടുപോകാൻ പറ്റിയ ബൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സിനിമകൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി സൈക്കിളുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു മേന്മയാണ് നമ്മൾ സെൻട്രൽ പോയിൻ്റായിട്ട് വയ്ക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം നമുക്ക് മേന്മ ഉറപ്പായിരിക്കും. വളരെ നല്ലൊരു പോയിൻ്റാണത്. പിന്നെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ബേസിക്കലി താങ്കളൊരു നല്ല കലാകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീടിനെ സംബന്ധിച്ചല്ല ഇത്രയും കണക്കൂട്ടലുകളെല്ലാം ശരിയായി കിട്ടിയ സാധനങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയത്. ഏതായാലും മോളോട് ചോദിക്കട്ടെ, എന്തായിരുന്നു ശരിക്കും കുട്ടിയായിരുന്നപ്പോൾ തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. അപ്പം ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അറിയായിരുന്നു അവസാനം വരാൻ പോകുന്ന ഇത്ര ഭംഗിയുള്ള ഒരു സംഭവമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് അറിയാമായിരുന്നു? അച്ഛൻ ആദ്യം കുറേ മരമൊക്കെ കളക്ട് ചെയ്തപ്പോൾ എനിക്ക് എന്താണെന്നും കൂടി മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്ര ഷൈനിങ്ങോ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും മരക്കഷ്ണങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇതായതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കും, ഓ ഇതാണോ വീടെന്ന് ചോദിക്കും. വളരെയധികം അഭിമാനവും. അങ്ങനെയല്ല ചോദിക്കുന്നത്, ഇതാണോ വീട്? അങ്ങനെ ചോദിക്കും. എത്ര മാർക്ക് കൊടുക്കും 10-ല്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒരുപടി മുന്നേ തന്നെയാണ് ഈ വീടിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ 10-ൽ എത്ര കൊടുക്കും എന്ന് ചോദിച്ചാൽ 10-ൽ 11 ഞാൻ കൊടുക്കും. അപ്പോൾ ഏതായാലും പുതിയൊരു കൊല്ലവർഷമൊക്കെ പിറന്നിരിക്കുന്ന ഈ സമയത്ത് ആദ്യം തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു വീട് തന്നെ ആദ്യം കാണാനായതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഒരു മനസ്സിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്നുള്ളതിൻ്റെ ഒരു നല്ല മാതൃകയാണ് ഈ വീട്. ഒരുപാട് സന്തോഷം. അപ്പം എനിക്ക് പോകാനുള്ള സമയമായി. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. പുരാവസ്തു മൂല്യം കൂടി കണക്കിലെടുത്താൽ മതിപ്പ് വിലയുടെ പകുതിയിൽ താഴെ മാത്രം ചിലവിലാണ് വേണു ഈ വീട് ചെയ്തെടുത്തത്. ഏറെ അന്വേഷിച്ചും അതുപോലെ വില പേശിയും ഒക്കെ സാധനങ്ങൾ വാങ്ങിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ചിലവിൽ ഈ വീട് ചെയ്തെടുക്കാൻ സാധിച്ചത്. ഒരു സാഹസത്തിനാണ് ഇറങ്ങി പുറപ്പെടുന്നതെന്ന് കൂടെയുള്ളവരെല്ലാവരും പറഞ്ഞപ്പോഴും സ്വന്തമായി ചെയ്യുന്നത് എന്തും വ്യത്യസ്തമാകണമെന്നുള്ള വേണുവിൻ്റെ ആ നിർബന്ധ ബുദ്ധി, ആ ഒരു നിശ്ചയദാർഢ്യം, അത് തന്നെയാണ് ഈ വീട്ടിൽ പ്രതിഫലിക്കുന്നത്. 1190 കൊല്ലവർഷത്തിലെ വീടിൻ്റെ ആദ്യത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ. നമസ്കാരം.